പാകിസ്ഥാന്റെ ബാബർ അസമിനെ തകർത്ത് ICC ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്താൻ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ തിളങ്ങിയാൽ ഗിൽ ഒന്നാം സ്ഥാനത്തെത്തും. നിലവിൽ 786 റേറ്റിംഗ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുള്ള ബാബർ അസമിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാകും ഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുക. വെറും 5 പോയിന്റ് വ്യത്യാസത്തിൽ 781 റേറ്റിംഗ് പോയിന്റോടെ ശുഭ്മാൻ ഗിൽ കാത്തിരിക്കുകയാണ്. ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയും ഉൾപ്പെട്ട ത്രിരാഷ്ട്ര പരമ്പരയുടെ ഫൈനലിലും ബാബറിന് തിളങ്ങാനായില്ല. ഇതോടെയാണ് ഗിൽ ഒന്നാം സ്ഥാനത്തെത്താനുള്ള സാധ്യത ഏറിയത്. ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇറങ്ങിയ 3 കളികളിലും പാകിസ്ഥാനു വേണ്ടി ഓപ്പണറായി ഇറങ്ങിയത് ബാബർ അസമായിരുന്നു. എന്നാൽ 20.67 ശരാശരിയിൽ 62 റൺസ് മാത്രമേ നേടാനായുള്ളൂ. അതേസമയം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ 3 കളികളിൽ 2 അർദ്ധ സെഞ്ചുറികളും 1 സെഞ്ചുറിയും ഉൾപ്പെടെ 86.33 ശരാശരിയിൽ ശുഭ്മാൻ ഗിൽ 259 റൺസ് അടിക്കുകയും ചെയ്തു. ബാബർ അസം ആദ്യമായി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് 2021-ലാണ്. 1258 ദിവസം ഒന്നാം സ്ഥാനത്ത് തുടർന്ന ഇന്ത്യയുടെ വിരാട് കോഹ്ലിയെയാണ് അന്ന് പിന്തള്ളിയത്. പിന്നീട് ഒന്നാം സ്ഥാനം നഷ്ടമായ ബാബർ 2023-ലെ ഏകദിന ലോകകപ്പിന് പിന്നാലെ ഡിസംബറിൽ ശുഭ്മാൻ ഗില്ലിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി വീണ്ടും ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ വർഷം T20 ലോകകപ്പ് വർഷമായതിനാൽ ടീമുകളിൽ അധികവും T20 ക്രിക്കറ്റിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യയെ വിജയവഴിയിൽ എത്തിക്കുന്നതിലൂടെ ICC ഏകദിന റാങ്കിങ്ങിലും ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കാൻ ഗില്ലിന് സാധിക്കുമെന്നാണ് ടീമും ആരാധകരും ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.